ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. മസ്കറ്റിലെ ജബൽ ഷംസിലേക്ക് പോകുന്ന വഴിയും അതിനടുത്ത് താമസിച്ച സമ ഹൈറ്റ് റിസോർട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. മസ്കറ്റിലെ ഹയസ്റ്റ് പീക്കാണ് ജബൽ ഷംസ്. മസ്കറ്റിൽ നിന്ന് 240 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 3.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. നിസ്വ വഴി അൽ ഹമാറയിൽ കൂടിയാണ് ഷംസിലേക്ക് പോകുന്നത്. കാണുന്നതാണ് ഓൾഡ് കൗൾ വില്ലേജ്. ഇവിടെ ഈത്തപ്പനയും ഒരുപാട് കൃഷിയും ഒക്കെ കാണാം. അതുപോലെ പഴയ കാലത്തെ കുറേ വീടുകളും കാണാം. ഇവിടുന്ന് തൊട്ടാണ് ഷംസിലേക്ക് പോകുന്ന മല കയറുന്നത്. അടിവാരത്ത് നിന്ന് 3000 മീറ്റർ ഹൈറ്റിലാണ് ഷംസിന്റെ മലകൾ സ്ഥിതി ചെയ്യുന്നത്. ഷംസിലേക്ക് പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡുകളും ചുറ്റുപാടും മലകളും അതുപോലെ ഈത്തപ്പനയുടെ തോട്ടവും ഒക്കെ കാണാൻ കഴിയും. ഷംസിലേക്ക് പോകാൻ 4 വീലർ ആവശ്യമില്ല, കാറായാലും മതി. നല്ല റോഡാണ് ഷംസിലേക്ക് പോകുന്ന വഴിയുള്ളത്. പക്ഷേ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന റിസോർട്ടാണ് ഈ കാണുന്നത്, സമ ഹൈറ്റ് റിസോർട്ട്. നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് ഇത്. രണ്ട് മണിയാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ റിസോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഷംസിലുള്ള കല്ലുകൾ കൊണ്ടാണ് ഈ റിസോർട്ട് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ഏരിയ നോക്കിയാലും ഇതുപോലെ കല്ലിങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളാണ് ഈ ഏരിയയിൽ കൂടുതലും കാണുന്നത്. ഇതാണ് റിസോർട്ടിൻ്റെ ഉൾഭാഗം. എല്ലാ മുറികളും ടോയ്ലറ്റും ഒക്കെയും ഇതുപോലത്തെ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തണുപ്പായതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ജബൽ ഷംസിൽ ഉള്ളത്. മലകൾക്കടുത്തായതുകൊണ്ട് ഇഷ്ടം പോലെ കഴുത, ആട്, അതുപോലെ പക്ഷികളെയൊക്കെ കാണാൻ കഴിയും. പ്രകൃതിയായി കൂടുതൽ ഇഴുകി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു റിസോർട്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും ഇവിടെയുണ്ട്.
ഇത് കണ്ടോ, വൈകുന്നേരം ആകുമ്പോഴേക്ക് ആൾക്കാർ മലേൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതാണ്. രാത്രിയത്തെ ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ റിസോർട്ടിൻ്റെ പാക്കേജിൽ ഉണ്ട്. രാത്രി ആയപ്പോഴും റിസോർട്ടിൻ്റെ പുറമെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗവും പഴയ കാലത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. ഉൾഭാഗമായാലും പുറമെ ചുറ്റുപാടൊക്കെ ആയാലും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഷംസിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.